ഹായ് ഫ്രണ്ട്സ്, ഒരു വീട്ടമ്മയായ എനിക്ക് വന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യങ്ങളുണ്ട്, അതൊക്കെ ഓരോ സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തിച്ചേരും. അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ വീട്ടമ്മയായ നമുക്കൊക്കെ ആഗ്രഹമായിരിക്കില്ലേ, ആരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് കയ്യിലൊരു പൈസ വേണം, വരുമാനം വേണം എന്നുള്ളത്. സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ പാരൻസിൻ്റെ മുന്നിലോ ഒക്കെ കൈ നീട്ടേണ്ട അവസ്ഥയില്ലാതെ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ഒരു വീട്ടമ്മയും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വീട്ടമ്മ തന്നെയാണ് ഞാനും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആദ്യമൊന്നും ഭാഗ്യം അപ്പം തന്നെ വരണമെന്നില്ല, പക്ഷേ അത് നിർത്താതെ ശ്രമിച്ചുകൊണ്ടേയിരുന്നപ്പോൾ എനിക്ക് ആ ഭാഗ്യം വന്നു കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാൻ. അപ്പോൾ എന്താണ് എന്നിലുണ്ടായ ഭാഗ്യം എന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെയർ ആക്സസറീസ് മെറ്റീരിയൽസും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ മെറ്റീരിയൽസും സെയിൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കി സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുടുംബശ്രീയിലുണ്ട്, അതൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടുംബശ്രീ വഴി നമുക്ക് ഓരോ ചന്തകളൊക്കെ നടക്കും, എക്സിബിഷനൊക്കെ നടക്കും പഞ്ചായത്തിലൊക്കെ വെച്ച്, അതിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ വിഷുവിനും അതേപോലെ ഒരു വിഷുചന്ത ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ എൻ്റെ കുറച്ച് ഇതായി കാണുന്ന എല്ലാ ഐറ്റംസും ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. അതൊക്കെ ഞാൻ അതിലൂടെ സെയിൽ ചെയ്തു. അത് കണ്ടിട്ട് പിന്നെ ഫാൻസി ഷോപ്പുകളിൽ നിന്നും എനിക്ക് കുറേ ഓർഡർ വന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ട് ഫാൻസി ഷോപ്പുകളിൽ അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി ശ്രമിച്ച് നമ്മൾ ഓരോ ഫാൻസി ഷോപ്പുകളിലും അതേപോലെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്താൽ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അതേപോലെ എപ്പോഴും ഓർഡർ കിട്ടിക്കൊണ്ടേ ഇരിക്കും. ഇതൊക്കെ ഞാൻ പിന്നെ വിഷുവിനായിട്ട് ഉണ്ടാക്കിയ ഹെയർ ബാൻഡ് ആയിരുന്നു, അതൊക്കെ സെയിലായിപ്പോയി. ഇപ്പോൾ ഇത് ഞാൻ ഫാൻസി ഷോപ്പുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ മേക്കിംഗ് വീഡിയോസും ഇടാം കേട്ടോ. അതുപോലെ തന്നെ കുറേ മേക്കിംഗ് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്, നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി. അതുപോലെ തന്നെ മെറ്റീരിയൽസും വളരെ കുറഞ്ഞ റേറ്റിനാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. ഇനി ഓഫറും വരുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നല്ല ഓഫർ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരിക. നിങ്ങൾക്ക് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാം, എൻ്റെ ചാനൽ നോക്കി ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതേപോലെയൊക്കെ സെയിൽ ചെയ്യാം. നല്ലൊരു വരുമാനം മാസം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഈ കഴിഞ്ഞ വിഷുവിന് ഞാൻ വിഷുച്ചന്തയിൽ ഈ മെറ്റീരിയൽസൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവച്ചു. അപ്പോൾ അത് അവർ തന്നെയാണ് സെയിൽ ചെയ്തിട്ട് എനിക്ക് പൈസ തന്നത്. അങ്ങനെ നമ്മൾ പഞ്ചായത്തിൽ അങ്ങനെ ഒരു കുടുംബശ്രീ വഴിയൊക്കെ കൂടിയാൽ അവർ തന്നെ നമുക്ക് സെയിൽ ചെയ്ത് തരും കേട്ടോ. ഇതാ ഈ ക്ലിപ്പൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗി ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ വീട്ടമ്മമാർ കുറേ ചേച്ചിമാരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് വേണമെങ്കിലൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇത് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം. ഫീസൊന്നും കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്നും ഇതൊക്കെ മേക്കിംഗ് പഠിക്കാവുന്നതാണ്, മെറ്റീരിയൽസ് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി കുന്തൽ സ്റ്റോണും അതേപോലത്തെ ഫ്ലവറും ഒക്കെ വെച്ചിട്ട് ക്ലിപ്പ് ഉണ്ടാക്കി, അതേപോലെ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാക്കി വെച്ചിട്ട് അടിപൊളി ചെറിയ കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കി, അങ്ങനെ പല ടൈപ്പിലും ഞാൻ ഉണ്ടാക്കി ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഷോപ്പുകളിൽ നിന്നും എനിക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സന്തോഷമായത് ഓരോ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഇത് അവർ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ സാധനങ്ങൾ അവർ സെയിൽ ചെയ്യുന്നത് കാണുമ്പോഴും അതുപോലെ തന്നെ ഞാൻ അവിടെ മേക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തത് ഓരോരുത്തരിട്ട് പോകുന്നത് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ഭാഗ്യം ഉണ്ടാവും, കാത്തിരുന്നാൽ മാത്രം മതി. ശ്രമിച്ചിട്ട് പകുതി വെച്ച് നിർത്താതെ പോവാതെ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക കേട്ടോ. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ എൻ്റെ ചാനലിലൂടെ തന്നെ ഞാൻ നല്ലൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ സെയിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇത്താന്നും പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവർക്കൊക്കെ ഞാൻ
നല്ലൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു, എന്തിനാ നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളോട് ഇതൊക്കെ കണ്ട് പഠിച്ചാൽ അവർ പിന്നെ ഇത് തുടങ്ങില്ലേ, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ, കച്ചവടം കിട്ടുമോ എന്നൊക്കെ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് അറിയുന്ന അറിവുകൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ സെയിൽ ചെയ്യണം എന്നൊക്കെ ഞാനുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊരു നഷ്ടം എനിക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ സാരമില്ല എന്ന് വിചാരിക്കും. പക്ഷേ ദൈവം മുകളിൽ ഉണ്ടല്ലോ എല്ലാം കാണുന്നത്, അവർ നമുക്ക് അതിനുള്ള പ്രതിഫലം തരും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അവരെൻ്റെ അടുത്ത് നിന്ന് മെറ്റീരിയൽസ് വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ കുറേ പേർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, ആ പ്ലാറ്റ്ഫോമിൽ കയറിയവരുണ്ടെങ്കിൽ. അപ്പോൾ അവരൊക്കെ എന്നോട് മെറ്റീരിയൽസ് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അവർ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. എന്നെപ്പോലെ എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം വെക്കേഷനാണ്, കുട്ടികൾക്കും ഇതേപോലെയൊക്കെ വീട്ടിലിരുന്ന് ഉണ്ടാക്കാം, അതേപോലെ സെയിൽ ചെയ്യാം. അവർക്കും ഇങ്ങനെയൊരു കഴിവ് വളർത്തിയെടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ളൊരു ടെൻഡൻസിയും അവർക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരും വയസ്സായവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബിസിനസ്സാണ് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കി സെയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനി ആരും അടിച്ചിരിക്കേണ്ട, എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കൂ കേട്ടോ. എന്തായാലും എല്ലാവരും വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നെ കുറേ വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ വഴി നിങ്ങൾക്ക് നോക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. എൻ്റെ കാറ്റലോഗ് കാണും, അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്